മണ്ഡലത്തിനുള്ളിൽ പ്രതികൂല ഘടകങ്ങൾ കുറവായിരുന്നു എന്നാണ് മണ്ഡലത്തിനുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് 15 വർഷക്കാലത്തെ പരിചയവും ബന്ധവും ഒക്കെ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് ഘടകമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അതിന് ഒരു മറുവശവും ഉണ്ടായിരുന്നു. കാരണം ചില മേഖലകളിൽ തനതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും എത്തിയില്ല എന്ന് പറയുന്ന ഒരു വിമർശനം അവിടെ പലയിടത്തുനിന്നും ഉയർന്നു വന്നിരുന്നു. ജനങ്ങൾ അത് ചിലർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ഈ മേഖലയിൽ യാതൊരു വികസന പ്രവർത്തനവും ഉണ്ടായില്ല 15 വർഷമായിട്ടും. എന്നാൽ വലിയ ചില വികസന പ്രവർത്തനങ്ങൾ മലയോര ഹൈവേ പോലുള്ളത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് മലയോര ഹൈവേ ഒക്കെ നിർമ്മിച്ച് പൂർത്തിയാക്കി ജനങ്ങൾക്ക് സമർപ്പിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് കാര്യങ്ങൾ 10 വർഷക്കാലത്തിനിടയിൽ അവിടെയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില പ്രത്യേക ടൂറിസം പ്രോജക്റ്റുകൾ, അതുപോലെ തന്നെ മറ്റ് നവീകരണ പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവരാഗ്രഹിച്ചിരുന്നു പേരാവൂരുകാർ. അത് അവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ കൊട്ടിയൂർ മേഖലയിൽ ചെന്നപ്പോൾ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് മുൻകൈയെടുത്ത് നടത്തേണ്ടുന്ന കുറേ വർക്കുകളുണ്ട്. ടൂറിസം, ഞാൻ പണ്ട് MLA ആയിരുന്ന സമയത്ത് ഒരു മെഗാ ടൂറിസം പദ്ധതി വിഭാവനം ചെയ്തിരുന്നു. അതിനൊരു തുടക്കം കുറിക്കാനേ അന്ന് പറ്റിയിരുന്നുള്ളൂ. പക്ഷേ അതിനുശേഷം അതൊന്നും മുന്നോട്ട് പോയിട്ടില്ല എന്ന വിമർശനവും ജനങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള ഒരു ഘടകമായിട്ട് ഞാൻ കാണുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ജനങ്ങൾ ഈ പറഞ്ഞ അഭിപ്രായം വോട്ടായിട്ട് രേഖപ്പെടുത്തിയാലേ എനിക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ.